കിട്ടിയതൊന്നും പോരെ. എന്താണിത് വേണ്ടി വരുമെന്ന് ഒരു സ്കൂളിലെ എച്ച് എം എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പരീക്ഷ നടത്തണം, ആഹാരം കൊടുക്കണം, അതൊക്കെ വേണ്ടി വരുമെന്ന്. അതിന് വേണ്ടിയില്ലേ ശമ്പളം എല്ലാം കൊടുക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചില പ്രതികരണങ്ങൾ ചെറിയ വിവാദത്തിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? പിന്നെ ഉച്ചഭക്ഷണ പ്രക്രിയയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു അധ്യാപകനും ദരിദ്രനായ ചരിത്രമേ ഇല്ല. അതിനെപ്പറ്റി ആരും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമേ. പോയി വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം. ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ, കൂട്ടുകറി, കുറുമ നൽകുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ. കുഴപ്പം നിന്റെ കണ്ണട. പോയി ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ച് കണ്ണട വെച്ചിട്ട് വിടാം. ഇനി അധ്യാപകർ ഈ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്ന ആഹാരത്തിന് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കാനും വേണ്ട. ഈ എല്ലാ കടയുടെ മുന്നിൽ നിന്നും കടം വാങ്ങാറുണ്ട്. ഒരു 10 ദിവസം താമസിച്ചാലും തിരിച്ചു കൊടുക്കാറുണ്ട്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. വായില് പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ. Please subscribe my channel.